ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കുക, നമ്മുടെ തീർത്ഥാടനത്തെ കൂടുതൽ സുഗമമാക്കുക എന്നുള്ളത് വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെയും പ്രശ്നമല്ലല്ലോ. അതൊരു ഉത്തരവാദിത്വത്തിന്റെ കാര്യമാണ്. എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യേണ്ടത് ആതിഥേയർ എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ച് ആഭ്യന്തര തീർത്ഥാടകർ ഒരുപാടുള്ള സാഹചര്യത്തിൽ ഒരു ഉത്തരവാദിത്വത്തിന്റെ ഒരു വലിയ പ്രശ്നം കൂടിയുണ്ട്. അപ്പൊ അത് ആ നിലയ്ക്ക് നടക്കുന്നതിനെ രാഷ്ട്രീയമായി കണ്ട് വിമർശിക്കേണ്ടതുണ്ടോ? BJP ഇക്കാര്യത്തിൽ ഇന്ന് PK കൃഷ്ണദാസ് ഒക്കെ എടുത്തിട്ടുള്ള സമീപനം കുറച്ച് മയപ്പെട്ടതാണ്. പക്ഷേ ഇതിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണെന്ന സമ്പൂർണ്ണ സമീപനം ഇതിനോടകം എടുത്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട്? അഭിലാഷേ, എത്ര നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമാണ്. നോക്കൂ, ശ്രീ പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, ശബരിമലയുടെ മുഖ്യ തന്ത്രിയൊന്നുമല്ല. നോക്കൂ, ഇവിടെ 3000 പേരെ ആന്ധ്രാപ്രദേശിൽ നിന്നും, തെലുങ്കാനയിൽ നിന്നും, തമിഴ്നാട്ടിൽ നിന്നും, കർണാടകത്തിൽ നിന്നും, കേരളത്തിൽ നിന്നൊക്കെ ആയിട്ട് 3000-ഓളം വരുന്ന ഭക്തരെ വിർച്വൽ ക്യൂവിൽ നിന്ന് സെലക്ട് ചെയ്യും എന്നാണ് ഇപ്പോൾ കമ്മീഷണർ തന്നെ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഭക്തരെ സെലക്ട് ചെയ്യുമെന്നാണ്. ഈ ഭക്തരുടെ സംഗമത്തെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവർ ആദ്യം ക്ഷണിച്ചതാരെയാണ്? തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സ്റ്റാലിനെ. അവർ ആ പാർട്ടിയിലെ ആളുകൾ തന്നെ ഈശ്വരവിശ്വാസികളല്ല എന്ന് മാത്രമല്ല, സനാതനധർമ്മം ഉന്മൂലനം ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച എന്താണ്? ഞാൻ പറയട്ടെന്ന്. അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ ഫെസിലിറ്റീസ് കൊടുക്കാം, സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതല്ലേ ചർച്ച. അത് ഉദ്ഘാടനം ചെയ്യുന്ന ആൾ വിശ്വാസിയാവണം എന്നുള്ള നിർബന്ധം. ദൈവവിശ്വാസത്തെ കുറിച്ചുള്ള ചർച്ചയല്ലല്ലോ അത്. അഭിലാഷ്, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കരുത്. അല്ലെന്ന് ഇവർ പറയുന്ന എന്താണ്? ഈ ദേവസ്വം കമ്മീഷൻ ഇപ്പൊ പറഞ്ഞതാണ്, വിർച്വൽ ക്യൂവിൽ ശബരിമല വരുന്നതിന് ആര് അവിശ്വാസികൾ എത്തിച്ചിട്ടാണ് വരുന്നത്. നിങ്ങൾ എന്തായി പറയുന്ന അഭിലാഷ്? സമ്മേളനം നിൽക്കുന്നു. പറയട്ടെന്ന് ഏത് പറയട്ടെ? ഈ ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഈ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ പറയാനും ചർച്ച ചെയ്യാനും അത് പരിഹരിക്കാവുന്നതാണെങ്കിൽ പരിഹരിക്കാനും അല്ലേ, അല്ലാതെ അവരുടെ വിശ്വാസപരമായ സംശയ ദൂരീകരണത്തിനോ ആത്മീയ അന്വേഷണത്തിനോ അല്ലല്ലോ ഈ കോൺഫറൻസ്. അഡ്മിനിസ്ട്രേറ്റീവായി സർക്കാരിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ദേവസ്വം ബോർഡിന് സംശയം ഉണ്ടെന്നേ. ഇല്ലില്ല, നിക്ക് അങ്ങനെയല്ലെന്ന്. അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, അതാണ് ആ തരത്തിൽ അവർ അത്തരത്തിൽ അതിനെ ന്യായീകരിച്ച് കൊണ്ടുവരുന്നുള്ള മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ള ഒരു മുഖമൂടിയിൽ അവർ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് CPM-ന് ഇവിടെ ഈ അയ്യപ്പ ഭക്തരെ ഒന്ന് മുതലെടുക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയിട്ടുള്ള ഇവരുടെ ഒരു കള്ളത്തരമാണെന്ന് ഇത്. അതിനെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇനി അഭിലാഷ് ചോദിച്ച, അഭിലാഷും ദേവസ്വം കമ്മീഷണറും ഒക്കെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് ഞാൻ വരാം. അടിസ്ഥാന സൗകര്യം, തുല്യത, ക്ഷേമം, ഇതൊക്കെയാണ് ഇവരുടെ വിഷയം. ഞാൻ ഒറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ശബരിമലയിലെ 18 മലകളിലും നൂറ്റാണ്ടുകളായിട്ട് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ട്രൈബൽ കമ്മ്യൂണിറ്റി ഉണ്ട്, മലയരയർ എന്ന് പറഞ്ഞിട്ട്. 1949 വരെ ശബരിമലയിൽ തെള്ളി എന്ന് പറയുന്ന ഒരു മരമുണ്ട്. ആ തെള്ളിയുടെ കറ നല്ല സുഗന്ധമൊക്കെ ഉള്ള ഒരു കറയാണ്. ആ കറ എടുത്തിട്ട് മകരവിളക്ക് തെളിയിച്ചുകൊണ്ടിരുന്ന 1949 വരെ ഈ മലയര കമ്മ്യൂണിറ്റി ആയിരുന്നു. ശബരിമലയിൽ തേനഭിഷേകം നടത്തിക്കൊണ്ടിരുന്നത് ഈ മലയര കമ്മ്യൂണിറ്റി ആയിരുന്നു. എത്രയോ ദേവപ്രശ്നങ്ങൾ തെളിഞ്ഞിരുന്നു. ഈ കമ്മ്യൂണിറ്റിയും കൂടെ കൺസിഡർ ചെയ്യണമെന്ന് മാറി വരുന്ന ഏതെങ്കിലും ഒരു ദേവസ്വം കൺസിഡർ ചെയ്യാൻ വേണ്ടി തയ്യാറായോ? ഇനി നോക്കൂ, കഴിഞ്ഞ 3-4 വർഷങ്ങളായിട്ട് കാനനപാത പല സമയത്തായിട്ട് കൊട്ടിയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാനനപാത കൊട്ടിയടിക്കുമ്പോൾ പ്രശ്നം എന്തറിയോ? ആ കാനനപാതയിലുള്ള കാളകെട്ടി അമ്പലം പോലെയുള്ള, ഇഞ്ചപ്പാർ കോട്ട പോലെയുള്ള ഈ മലയരയ ട്രൈബിൻസിന്റെ കയ്യിലിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ മുഴുവൻ വരുമാനം കുറയുകയാണ്. എന്നു മാത്രമല്ല, ആ വഴികളിൽ ശബരിമല സീസണിൽ കച്ചവടം നടത്തുന്ന ആളുകൾക്ക്, സാധാരണപ്പെട്ടവർക്ക്, പാവപ്പെട്ടവർക്ക് അവിടെ കച്ചവടം നടത്താൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പോലും ഈ ദേവസ്വം ബോർഡ് കൊട്ടിയടക്കുകയാണ്. ഇത് മാത്രമല്ല, ശബരിമല ക്ഷേത്രം ഉൾപ്പെടെ അതിന്റെ തൊട്ടടുത്തുള്ള കോട്ടയത്ത് തന്നെയുള്ള ഒരു വള്ളിയാങ്കാവ് ദേവീക്ഷേത്രമുണ്ട്. കബളിപ്പിച്ച് ദേവസ്വത്തിന് കമ്മീഷൻ ഇപ്പോൾ ഉത്തരം വരട്ടെ. അതായത് അത് ഈ മലയരയ കമ്മിറ്റിയുടെ കയ്യിലിരുന്ന ഒരു വള്ളിയാങ്കാവ് ദേവീക്ഷേത്രം കോന്തി എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹത്തിന്റെ കയ്യില് ക്ഷേത്രത്തിലേക്ക് ആ റോഡ് തരാമെന്ന് പറഞ്ഞിട്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയിട്ട് പിന്നീട് ഇവർ എഴുതി ചേർത്ത് എന്താണെന്നറിയോ? ദേവസ്വം കമ്മീഷൻ മറുപടി പറയും. ഇടവേളയ്ക്ക് ശേഷം